ബിനു, പാകിസ്ഥാന് ഇന്ത്യയുടെ കർശനമായിട്ടുള്ള താക്കീത് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ തീരത്തേക്കോ ഇല്ലെങ്കിൽ ഇന്ത്യൻ മേഖലയിലേക്കോ കടന്നു കഴിഞ്ഞാൽ തകർത്ത് കളയുമെന്നാണ് ഇന്ത്യൻ നേവി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു പോരിന് സജ്ജമാണോ? തീർച്ചയായിട്ടും ഇന്ത്യ കനത്ത ശക്തമായ നിലയിൽ തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയിലേക്ക് കടന്നാൽ തീർത്ത് കളയും എന്നാണ് പറഞ്ഞത്. തീർത്ത് കളയും എന്നാണ് ഇന്ത്യൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഏത് സാഹചര്യവും നേരിടാൻ 3 സേനകളും ഇന്ത്യയുടെ സജ്ജമായത്. ഇന്ത്യയിലേക്ക് കടന്നാൽ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞത്. തീർത്ത് കളയുമെന്നാണ് പാകിസ്ഥാന് നാവികസേനയുടെ മുന്നറിയിപ്പ്. സേന അഭ്യാസ പ്രകടനം തുടരുന്നതിനിടെയാണ് നാവികസേന ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ പാക് നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ 3 സേനകളും സജ്ജമായി. ശക്തമായ തിരിച്ചടി ഉടൻ നൽകണമെന്ന ആവശ്യം BJPയിലും ശക്തമാവുകയാണ്. അതായത് അറബിക്കടലിലേത് വാർഷിക അഭ്യാസ പ്രകടനമാണെങ്കിലും നാവികസേനയുടെ സന്ദേശങ്ങൾ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പുകളാണ്. യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിൻ്റെ സ്വഭാവം ഏത് നിമിഷവും മാറാമെന്ന സന്ദേശമാണ് സേന നൽകിക്കൊണ്ടിരിക്കുന്നത്. അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി നേരിട്ട് വിലയിരുത്തുന്നുമുണ്ട്. പ്രകോപനമുണ്ടായാൽ ആദ്യ തിരിച്ചടി കടൽ മാർഗമായിരിക്കുമെന്ന് ആണ് സേന പറഞ്ഞു വയ്ക്കുന്നത്. 85 നോട്ടിക്കൽ മൈൽ അകലെ പാക് നാവികസേനയും സമാന അഭ്യാസ പ്രകടനത്തിലാണ്. നാളെ വരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട്. റഫാൽ അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി UPയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വായുസേനയുടെ അഭ്യാസ പ്രകടനവും നടക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇന്ത്യ നടത്തുന്നു, പരിശീലനം നടത്തുന്നു. ഇതിനിടെ രുദ്രയടക്കം LLH ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതിയും നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവെച്ചിരുന്നു. കവിതാ വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. സൈനിക നീക്കം പുരോഗമിക്കുമ്പോഴും തിരിച്ചടി വൈകുന്നതെന്ന ചോദ്യം പ്രതിപക്ഷത്തിന് പിന്നാലെ BJPയിലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അമിത്ഷായും തിരിച്ചടിയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ, ചെയ്തു കാണിക്കണമെന്നാണ് ബംഗാളിലെ BJP നേതാവ് ദിലീപ് ഘോഷും ആവശ്യപ്പെട്ടത്. അതിർത്തികളിലെ സാഹചര്യം പ്രതിരോധ, ആഭ്യന്തര, വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഇതുവരെയുള്ള ഇടപെടൽ വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി വൈകിട്ട് ചേരും. തിരിച്ചടി വൈകുന്നതെന്ന ചോദ്യം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിരുന്നു. അതേസമയം തിരിച്ചടിക്കുള്ള കർമ്മ പദ്ധതി സൈന്യം തയ്യാറാക്കുകയാണ്. സാഹചര്യവും സമയവും നോക്കി ശക്തമായ മറുപടി നൽകുമെന്നാണ് സേനാവൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനി ഇന്ത്യ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വെടിനിർത്തൽ കരാർ പലതവണ പറഞ്ഞിട്ട് ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ താക്കീതുമായി മുന്നോട്ട് പോകുന്നത്. 3 സേനകളും സുസജ്ജമായി നിൽക്കുകയാണ്. എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ്. ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ തീർത്ത് കളയും എന്നാണ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിനങ്ങൾ ഏറെ നിർണായകമാണ്. അവർ പേടിച്ച് ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഏതായാലും വലിയ മാറ്റങ്ങൾ ഉടൻ ഉണ്ടാകും. ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെ ശക്തമാണ്. ഇന്ത്യ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ അമിത്ഷായും ഒക്കെ ഇക്കാര്യത്തിൽ യോഗം ചേർന്നിരുന്നു. അതോടൊപ്പം എല്ലാ സേനാ മേധാവിമാരുമായും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി. അതിനുശേഷം സേനയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നു. എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള സുസജ്ജമായ സേനയെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേനയ്ക്കും എന്തും ചെയ്യാൻ ഉള്ള അധികാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു 10-1 പോലും സൈനിക ശേഷിയോ അല്ലെങ്കിൽ കായിക ശേഷിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അവർക്കത് അറിയാം. അതുകൊണ്ടാണ് അവർ പട്ടാളക്കാരുൾപ്പെടെ അവർ ഒളിച്ചോടി പോകുന്നു. അതോടൊപ്പം തന്നെ മദ്രസകൾ പൂട്ടുന്നു. അവിടെ സൈനിക പരിശീലനം ഒക്കെ നൽകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ക്യാമ്പുകളൊക്കെ ആരംഭിച്ചു. പാക് അധീന കാശ്മീരിലൊക്കെ അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പേടിച്ചുള്ളൊരു മുന്നോട്ട് പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേവി പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് കടന്നു ചെല്ലാൻ യാതൊരു പ്രയാസവുമില്ല. കാരണം നമ്മളുടെ ഓരോ കോസ്റ്റും ശക്തമായിട്ടുള്ള നേവിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഏഴിമല നാവിക അക്കാദമി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ വലിയ കരുത്ത് ഉണ്ട്. നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് ആലോചിക്കാം. ഇന്ത്യൻ സേനകൾ, ഇന്ത്യയുടെ നമുക്ക് 3 സേനയാണുള്ളത്: എയർഫോഴ്സ്, നാവികസേന, കരസേന. അതിനകത്ത് ഈ 3 സേനകളും കൂടാതെ നമുക്ക് അർദ്ധസൈനിക വിഭാഗം എന്ന് പറയുന്ന വലിയ സമ്പത്തുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഇൻഫൻട്രി ഒരു റെജിമെൻറ്റിൻ്റെ അതേ കരുത്തോടു കൂടിയാണ് നമ്മുടെ അർദ്ധസൈനിക വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇനി നേവിയുടെ കാര്യം എടുത്താലും ശരി തന്നെ, നമുക്ക് നേവി ഉള്ളതുപോലെ തന്നെ നേവിക്ക് തുല്യമായ കരുത്തിൽ, ഏതാണ്ട് തുല്യമായ കരുത്തിൽ, എയർക്രാഫ്റ്റ് കാരിയറുകളും മറ്റ് സാധനങ്ങളും ഇല്ല എന്നുള്ളതേ ഉള്ളൂ, കോസ്റ്റ് ഗാർഡ്.
വലിയ കരുത്തുള്ള ഒരു കോസ്റ്റ് ഗാർഡ് നമുക്കുണ്ട് എന്നുള്ളത് മറ്റേത് രാജ്യത്തെക്കാളും ഇന്ത്യക്കുള്ളൊരു പ്രത്യേകതയാണ്. അർദ്ധസൈനിക വിഭാഗമാണ്, വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ കഴിയുള്ള ഒരു സംഘമാണ് ഈ പറയുന്ന കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ പ്രാക്ടീസുകളും ഈ പറയുന്ന ഈ ഇപ്പോൾ ആയുധശേഖരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവിയുടെ ഒരു 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 ബറ്റാലിയൻ അല്ലെങ്കിൽ ഒരു റെജിമെൻ്റ് എങ്ങനെ പ്രവർത്തിക്കുമോ ആ രീതിയിൽ തന്നെ സജ്ജമായി പ്രവർത്തിക്കാനും കടലാക്രമണങ്ങൾ നടത്താനും ഭീകരവാദത്തെ ചെറുക്കാനും ഒക്കെ വലിയ തോതിൽ കരുത്തുള്ളതാണ്. നമ്മൾ പലപ്പോഴും പൈറേറ്റ്സിനെയൊക്കെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുകളൊക്കെ ഓടിച്ചിട്ടുണ്ട്. നേവിയും അതുപോലെ തന്നെയാണ്. നമ്മുടെ കമാൻഡോ വിങ് നേവിയുടെ മാർക്കോസ് എന്ന് പറയും, അതിശക്തമായ കമാൻഡോസാണ് മാർക്കോസുകൾ. മാർക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന രീതി മിന്നൽ സമയം കൊണ്ട്, മിന്നൽ നേരം കൊണ്ട് ഈ പൈറേറ്റ്സിൻ്റെയൊക്കെ കപ്പലുകളെയൊക്കെ ആക്രമിച്ച് അവർ കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ ഇവരെ ഈ ബന്ദികളെയൊക്കെ മോചിപ്പിച്ച ചരിത്രമുണ്ട്. ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് കാണുമ്പോൾ തന്നെ പൈറേറ്റ്സ് പിടിച്ചെടുത്ത കപ്പലൊക്കെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഇന്ത്യൻ ഓഷൻ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിനകത്ത് സാന്നിധ്യം അറിയിക്കുന്ന നേവിക്ക് പാകിസ്ഥാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. പാകിസ്ഥാൻ നേവിക്ക് ഈ അറബിക്കടലിൻ്റെ ഉൾമേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശേഷി പോലും ഇല്ല. അത്രയും ഒരു ക്ഷീണിതമായിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയറില്ല, ഒരു ഈ പറയുന്ന ആണവ അന്തർവാഹിനികളില്ല. ഈ കരുത്തിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ സ്ട്രാറ്റജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും പാകിസ്ഥാനെ നേവൽ ഫോഴ്സ് കൊണ്ട് സഹായിക്കാൻ പോലും കഴിയില്ല. കാരണം ഇന്ത്യൻ ഓഷൻ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ്. ചൈനയ്ക്ക് പോലും ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ ഓഷനിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് കരുത്തറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യൻ ഓഷനിൽ സ്വാഭാവികമായി തന്നെ ഇന്ത്യക്കുള്ള ഒരു ശേഷി അത്രത്തോളം വലുതാണ്. ആ ശേഷി ഉപയോഗിച്ച് തന്നെ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇന്ത്യൻ നേവിക്ക് മാത്രം, കരസേന എയർഫോഴ്സ് ഒന്നും വേണ്ട, നേവി മാത്രം ചെയ്ത്. അത് നമ്മൾ സീ സ്കിമ്മറൊക്കെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളുടെ പരീക്ഷണമൊക്കെ. സീ സ്കിമ്മറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്ര ഉപരിതലത്തിൽ കൂടി ചെന്ന് ആക്രമിക്കുന്ന ഒരു മിസൈൽ സിസ്റ്റമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറുകളിൽ ഇത് കിട്ടില്ല. ഇങ്ങനെ ഒരു ആക്രമണം വരുന്നുണ്ട് എന്നുള്ള അറിയാൻ പോലും കഴിയില്ല. അതുപോലെ നമ്മുടെ ടോർപിഡോസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിൽ കൂടി പോകുന്ന മിസൈലുകളാണ്. അത് നമ്മൾ അന്തർവാഹിനികളിൽ നിന്നും ഷിപ്പുകളുടെ അടിയിൽ നിന്നും ഒക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതിൽ ഇന്ത്യക്ക് വലിയ ശേഷിയുണ്ട്. അത് പരീക്ഷണം നടത്തി നമുക്ക് അപകടങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്ത്യക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള ധാരണയും പഠനം നടത്തി. ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. ഇന്ത്യക്ക് ഒരു ആയുധ സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു മെഷീനറി ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി പഠിച്ച് അതിനെ ഉപയോഗിക്കാനും അത് വെച്ച് ഇങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള ഒരു ഇന്ത്യ പദ്ധതി കണ്ടെത്തുന്ന രാജ്യമാണ്. കാരണം നമ്മൾ മിസൈൽ രംഗത്ത് നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെയൊക്കെ സംഭാവന അറിയില്ല. മിസൈൽ രംഗത്ത് ആ രീതിയിൽ നമ്മൾ കുതിച്ചുയർന്നതിൻ്റെ കാരണം അതാണ്. പഠിക്കാനുള്ള ശേഷി, പഠിച്ചതിനെ ആവിഷ്കരിക്കാനുള്ള ശേഷി, അത് പ്രയോഗിക്കാനുള്ള ശേഷി. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് കരുത്തുള്ള ഒരു രാജ്യമാണ്, ഒരു സൈനിക സംവിധാനമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി എന്തൊക്കെ കളിച്ചാലും അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൈനിക ശേഷിയിൽ ഇന്ത്യയെക്കാട്ടിലും ഏതാണ്ട് 10-12 രാജ്യങ്ങൾക്ക് പിന്നിലാണ് പാകിസ്ഥാനുള്ളത്. അവർക്ക് എങ്ങനെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയും? നിരുപാധികമായി തീവ്രവാദം വെച്ച് കീഴടങ്ങുക, ആയുധം വെച്ച് കീഴടങ്ങുക എന്നല്ല, തീവ്രവാദം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ മുന്നിലുള്ള ഏക പോംവഴി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.